മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നു. ഇതില് കുറ്റം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കുറ്റം ചെയ്തെങ്കിൽ ആരായാലും പോലീസിൻ്റെ പിടിയിൽപ്പെടും. അതായത് നിയമത്തിൻ്റെ കരങ്ങളിൽ കുറ്റവാളികൾ പെടുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആദ്യമേ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയതാണ്. അറസ്റ്റ് നടന്ന ഉടനെ തന്നെ സാധാരണ നിലക്ക് അതിവേഗതയിലായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണം തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴും അന്വേഷണത്തിൻ്റെ വഴിയിൽ തന്നെയാണ് പോലീസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആരൊക്കെ പെടേണ്ടതുണ്ടോ അവരൊക്കെ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടും എന്ന് ഉറപ്പിക്കാവുന്നതാണ്. അതാണ് ഈ അറസ്റ്റ് നടന്ന ഉടനെ ഗൂഢാലോചനക്കാരുടെ പിന്നാലെ പോകാനല്ല ആ ഘട്ടത്തിൽ കഴിയുക. ആദ്യം വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടികൂടലായിരുന്നു. ആ പ്രതികളെ പിടികൂടുന്ന ഘട്ടത്തിൽ ഗൂഢാലോചനയെക്കുറിച്ച് പറയുമ്പോൾ പോലീസ് അന്വേഷണം തുടരും എന്ന് അന്നേ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ അന്വേഷണം തന്നെയാണ് ഇപ്പോഴും തുറന്നത്. നേരത്തെയുള്ള ഡി ജി പി ആയാലും, നേരത്തെയുള്ള ഡി ജി പി ആണല്ലോ ഇപ്പോഴുള്ളത്, നേരത്തെയുള്ള ഡി ജി പി ആയാലും, ഇടക്കാലത്തുള്ള ഡി ജി പി ആയാലും, ഇപ്പോൾ തുടരുന്ന ഡി ജി പി ആയാലും ഇവരോടെല്ലാം അതേപോലെ അന്വേഷണ ടീമിനോടും പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായി അന്വേഷണം നടത്തുക, കുറ്റവാളികൾ ആരാണോ അവരെ പിടികൂടുക. ഈ നിർദ്ദേശമാണ് ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ മുൻ നിലപാട് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 5 7:02 PM അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരുന്നു. ഈ അറസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ കുറ്റവാളികൾ എത്ര ഉന്നതരായാലും രക്ഷപ്പെടില്ല, നീതി ലഭിക്കേണ്ടവർക്ക് നീതി തന്നെ ചെയ്യും എന്ന തരത്തിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്.